ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മള് വീട്ടിൽ വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. അപ്പൊ സെക്കൻഡ് ഡേ നമ്മള് കുക്കിംഗ് ആണ്. കുക്കിംഗ് ഫ്രം ഡോക്ടർ നിതിൻ നിതിൻ ഫ്രം അല്ല. എന്താണ് ഇതിനകത്ത് സ്പെഷ്യൽ? ഇതിന് സ്പെഷ്യൽ നമ്മുടെ ബാച്ചിലേഴ്സ് ഫിഷ് മുളകിട്ടതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എവിടെയാ ക്യാമറ? ഇവിടെ ഫിഷ് മുളകിട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുടുത ഫിഷ് കുടുത ഫിഷ് നല്ലോണം കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട്. അത് നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കറികളിലേക്ക് പോവാം. ചട്ടി ഉണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം. ഭയങ്കര സ്പെഷ്യൽ ഗ്യാസ് ആട്ടോ ഞങ്ങളുടെ. ഒരു തുള്ളി പോലും ഇതില്ല, പക്ഷെ ഇത് കത്തും. ഇതെന്താ കരി പിടിച്ചിരിക്കുന്നത്? ഏത് ഇവിടെ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് നമ്മൾ ഇന്ന് ഇത് ഫ്രൈക്കാണോ വെച്ചിരിക്കുകയാണെന്നാ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ചോറ് ആക്ച്വലി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പിന്നെ വേണ്ടത് പച്ചമുളക് അത് കട്ട് ചെയ്തോ. അവിടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് വെച്ചാണ് ചെറിയുള്ളിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്. നോക്കാം, വിലയും കൂടുതലാ. നമുക്ക് നമ്മുടെ ഇത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ റിയാക്ഷൻ നോക്കാം, എന്താ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ. റിയാക്ഷൻ അറിയണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. എല്ലാ സാധനങ്ങളെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചട്ടി ചൂടാവട്ടെ. ഇനി അടുത്തുണ്ട് ഉലുവ. എന്തിനാ ഉലുവ ഇടുന്നത്? കറിക്ക് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ആയുർവേദിക് ആണെന്ന് പറയുന്നത്. നമുക്ക് എന്താ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ചതച്ചതാണ്. എന്താ ചതച്ചിടുന്നത്? ചതച്ചോ അല്ലെങ്കിൽ അങ്ങനെ നീ അല്ലേ പറഞ്ഞ എല്ലാ സാധനങ്ങളും അറ്റ് എ ടൈം എടുത്തുകൊണ്ട് വെക്കണമെന്ന്? എന്നിട്ട് നീ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഇളക്കണ്ടേ? സ്പൂൺ ഇതുകൊണ്ട് ലൈറ്റ് ഇട്ടുണ്ട്. അതിനകത്ത് ഉലുവ, വെളുത്തുള്ളി, പച്ചമുളക്, ഓയിൽ. കരണ്ടി. ഷെഫ് നിതിൻ, ഡോക്ടർ ഷെഫ് നിതിൻ അമ്മയാണ് സപ്പോർട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ ഇത് മുറിക്കണ്ടേ? തക്കാളി, ദെൻ കറി ലീവ്സ്, ദെൻ ലൈഫ്. ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ആ ബ്ലെൻഡ് അല്ല, അതിൻ്റെ എന്താ പറയുക, മൂപ്പിച്ച് കൊടുക്കണമെന്നോ. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയുള്ളി എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. അതെന്താ? ഒരു ക്ലോസപ്പ് എടുത്തോട്ടെ. ഇപ്പം ഭയങ്കര ഷെഫാട്ടോ. ഞാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കാറുണ്ട്. ഇതെന്തമ്മ? പുളി വേണം. മറ്റേ കുടംപുളി ഇടില്ലേ? ഇവിടെ കുടംപുളി അവൈലബിൾ ആയിട്ടില്ല, അതുകൊണ്ട് സാധാ പുളിയാണ്. അയ്യോ, ചുമ വരുന്നു. പുളി വെള്ളം. ഇത് കട്ടക്കാപ്പി പോലെ ഇരിക്കുന്നുണ്ട്. കട്ടിൻ്റെ ബോർഡെല്ലാം. ഇതെന്താ അതിൽ ചെയ്യാത്ത? കൈ കൊണ്ടിട്ട് സമയമില്ല. കട്ട് ചെയ്യുന്നതിൻ്റെ എക്സ്പ്രഷൻ കണ്ടവർക്ക് കാണാം. കട്ടിങ് എക്സ്പ്രഷൻ സൂം ചെയ്തോട്ടെ. നമ്മൾ ബാച്ചിലേഴ്സ് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫിഷ് മുളകിട്ടതാണ്. അതുകൊണ്ട് നമ്മൾ
ഇത് കട്ടിപ്പേടല്ലേ? കട്ടിപ്പേട വേണ്ടാന്ന്. അവന് മാനുവൽ ഇഷ്ടം. കൊള്ളാവോ? ട്രെയിനർ ഇവിടെ നിൽക്കുന്നുണ്ട് ഓൾറെഡി. വല്ലാതെ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു. എണ്ണ അധികം യൂസ് ചെയ്യുന്നുണ്ടോ? കൊളസ്ട്രോൾ പറയുന്ന ഒരു ഇതുണ്ട്, നമ്മള് യൂസ് ചെയ്യുമ്പോ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് മെയിൻ നമ്മുടെ തേങ്ങ എന്തായാലും പറയാ കോക്കനട്ട് ഓയില് തന്നെ ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. സാമ്പാർ കൂടി ഇടാൻ പറ്റും ഇതിനകത്ത്. ഞാനേ പണ്ട് ചിക്കൻ കറി ദുബായിൽ വെച്ച സമയത്ത് ഒരു പ്രാവശ്യം എനിക്ക് മസാലപ്പൊടി എന്നുകൊണ്ട് ഞാൻ സാമ്പാർ പൊടി കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു സീരിയസ്ലി. പിന്നെ 2 പ്രാവശ്യം ഞാൻ അങ്ങനെ തന്നെ ട്രൈ ചെയ്തു സാമ്പാർ പൊടി ഇട്ടിട്ട്. ആ സാമ്പാർ പൊടി കൂട്ടി ചിക്കൻ കറി കൊടുത്ത ആള് ഇവിടെ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. അത് കഴിച്ച ആള് കമന്റ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണോ? ആണോ? ഇത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഉപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൂക്കുന്ന പറയാ. ഇതിന് കണക്കൊന്നുമില്ല. കൈക്കണക്കാണോ? ദൈവമേ, ദൈവം കൊറേ ഇതിനകത്ത് വാരി കൂട്ടിയിടുന്നുണ്ട്. ഡേത് താഴെ പോയി അമ്മ. ദേ ഉപ്പെല്ലാം കൂടെ താഴെ കളഞ്ഞുവൻ. ഉപ്പ് നിലത്ത് പോയിട്ടുണ്ടെങ്കിൽ തല്ലുണ്ടാവുന്നല്ലേ പറയാ. അത് കടുകല്ലേ? നമ്മുടെ ഓണത്തിന് നമ്മള് സ്ഥിരം വാങ്ങുന്ന കടയായത് കൊണ്ട് ഓണം ഇത് സ്പെഷ്യൽ സാധനം വെച്ചിട്ടുണ്ടായില്ലേ? ഉപ്പ് ഫ്രീ ആണോ? ആ ഫ്രീ ഇട്ടതവര്. അതുകൊണ്ടാണ് നീ കളഞ്ഞല്ലേ കുറച്ച്. ഞാൻ എന്നോട് പറഞ്ഞത് അവിടെ വെച്ചാന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായി. ഞാൻ നാട്ടിലെല്ലാം ഇതാക്കുന്ന സമയത്ത് ഒരു സ്ഥിരം വാങ്ങുന്ന കടയാണ്. അങ്ങനെ സ്പെഷ്യൽ ഡേ എന്തെങ്കിലുമൊക്കെ തരും. അങ്ങനെ ഒരു ഉപ്പ് വന്നത്. എന്നാ പായസം പാക്കറ്റ് ആയിരുന്നു. പായസം പാക്കറ്റ് നല്ലതായിരുന്നു. പായസം നമുക്ക് നമ്മുടെ സേമിയ കഴിഞ്ഞോ? സേമിയ കഴിഞ്ഞോ? പായസം ഉണ്ടാക്കാനിരിക്കുന്നു. പായസം ഉണ്ടാക്കാം. പാലുണ്ടോ അതിന്? രാത്രി ഉണ്ടാക്കാം. പാല് വരുമ്പോ വാങ്ങിച്ചിട്ട്. ഇത് എത്ര ദിവസം? എനിക്ക് അച്ചാറിന്റെ സ്മെല്ലൊക്കെ വരുന്നു. ഇത് മുട്ട ഉണ്ടാക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു മുട്ട കറി ഉണ്ടാക്കുന്നുണ്ട്. ഇവ എല്ലാവരും പുകച്ചു പുറത്ത് ചാടിക്കുകയാണ്. ഇതിന് സ്പൂണൊന്നും ഇട്ടില്ലേ? ഇത് കണക്കൊന്നും ഇല്ലേ? 1 സ്പൂൺ 2 സ്പൂൺ എന്നൊക്കെ. എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടു. ഇനി മുളക് പൊടി മുളക് പൊടി എത്ര ഇടണം? 1 സ്പൂൺ. ഇത് മുളക് ഇട്ടതല്ലേ? നാളികേരം ഇട്ടില്ലേ? മുളക് ഇട്ടത് അല്ല, തക്കാളി ഇട്ട് വാട്ടിട്ടല്ലേ മറ്റേ. തക്കാളി ഇടണ്ടേ? ആ വരിച്ച് വെച്ച സാധനം അവൻ മറന്നു. അതിട്ട് വാട്ടിട്ടല്ലേ മുളക് ഇടുന്നത്. എനിക്കിത് കാണുമ്പോണ്ടല്ലേ നമ്മുടെ ഞങ്ങൾ സന്തുഷ്ടരാണെന്ന് പറഞ്ഞ ജയറാമിന്റെ പടത്തില് അതിന്റെ ഭാര്യ ഉണ്ടാക്കുന്നില്ല, ഐജിയുടെ മോള് ചേനയൊക്കെ വെട്ടിയെടുത്ത്. ഇന്നോ? ഇന്നല്ല, ഓണത്തിനല്ല. ഓണത്തിന് നമുക്ക് എത്ര കൂട്ടം കറി ഉണ്ടാക്കണം? എരിശ്ശേരി ഉണ്ടാക്കണം. യൂട്യൂബ് നോക്കുന്ന നമുക്ക് അറിയണതല്ലേ? എരിശ്ശേരി, ഓലൻ, കിച്ചടി, പച്ചടി, കൂട്ടുകറി, മാങ്ങക്കറി, നാരങ്ങക്കറി, പുളിയിഞ്ചി. നാരങ്ങക്കറിയോ? വലിയ നാരങ്ങ കറി. നാരങ്ങ പിന്നെ ഒരു മാങ്ങ മേടിച്ചിട്ട് കഴിഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാങ്ങക്കറി വെറുതെ ഇട്ട് വെച്ചിരുന്നു. മാങ്ങക്കറി ഒരു മാങ്ങ മേടിച്ചിട്ട് അത് ആ പ്രത്യേകം പറഞ്ഞു. കരി വരുമ്പോ മാങ്ങ മേടിച്ചിട്ട് വെറുതെ ഉപ്പും മുളക് പൊടിയും കായൊക്കെ ഒഴിച്ചിട്ട് വെറുതെ ഉണ്ടാക്കില്ലേ? അച്ചാറല്ല, വെറുതെ ഉണ്ടാക്കുന്നത്. അത് പിന്നെ പൈനാപ്പിൾ കിച്ചടി ഉണ്ടാക്കാം. എനിക്കിഷ്ടം.
പിന്നെ 2 പായസം ഉണ്ടാക്കാം. ഒരു പായസം ഞാനുണ്ടാക്കും, ഒരു പ്രാവശ്യം നിധി ഉണ്ടാക്കും. പരിപ്പും പാലടയും ഉണ്ടാക്കാം അല്ലേ? ഞാൻ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കറി ഓൾമോസ്റ്റ് ഡീപ് ഫ്രൈ ആയിട്ടില്ലല്ലോ, ഇത് ജസ്റ്റ് ഇതാക്കി എടുത്തിട്ടല്ലേ ഉള്ളൂ, വഴറ്റി എടുത്തിട്ടുണ്ട്. സ്പാഷ് ആണോ അത്? ഞാനത് ആദ്യം ബോക്സ് കണ്ടപ്പോ ഞാനത് ഫേസ് ക്രീമാന്ന് വിചാരിച്ചത്. മറ്റേ ഫേസ് പാക്ക് ഇല്ലടാ, മാംഗോയുടെ ഒക്കെ ഫേസ് പാക്കാന്ന് വിചാരിച്ചത്. തിന്നുന്ന സാധനങ്ങൾ എവിടെ വെച്ചാലും ഞാൻ കണ്ടുപിടിക്കുന്നു. തിന്നുന്ന സാധനങ്ങൾ എവിടെ വെച്ചാലും ഞാൻ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി. ഇനി ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കണം. എനിക്ക് മാത്രം സ്ക്രാഷ് ഉണ്ടാക്കുന്നുണ്ട്, ഇവരാരും സ്ക്രാഷ് കുടിക്കില്ല എന്നല്ല, ഞാൻ കൊടുക്കില്ല. നന്നായിട്ട് ഇതാക്കുമ്പോ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം എല്ലാം കൂടെ ഒഴിച്ചു. പുളിവെള്ളം ഒഴിച്ച് ഇനി ഇതിൽ മീനിപ്പോൾ തന്നെ ഇടോ, ഉടഞ്ഞു പോവില്ലേ? യെസ്, ഈ പൂച്ചയുടെ ഇതാണോ നമുക്ക് ഇങ്ങനെ? ഹായ്, നീ ഞങ്ങളുടെ ഗസ്റ്റ് ആണോ? ഓടിപ്പോയി. ഇവിടെ ഒരാളുണ്ട്. പോയി. എന്താ ഇട ചെയ്യണം? ഉപ്പ് ആഡ് ചെയ്തു. എത്ര സ്പൂൺ ഉപ്പ് ആഡ് ചെയ്തു? പാരേ വെളുത്തിട്ട് പാറാന്നാണോ ഉദ്ദേശിച്ചത് അങ്കിൾ? നിങ്ങളുടെ നാട്ടിൽ ഒഴിക്കുന്നതിനെ പറയുന്നത് പാറുക എന്നാണോ? ഈ സാധനം വറ്റിച്ച് വരണം, വറ്റിച്ചാലാണ്. എത്ര ലിറ്റർ വെള്ളം ഒഴിക്കണം? ഒരു അര ഗ്ലാസ്. അത് എല്ലാവരുടെ വീട്ടിലും പല പല ഗ്ലാസ് അല്ലായിരിക്കും. അപ്പൊ ആ ഉള്ള ഗ്ലാസ്സിനനുസരിച്ച് നിങ്ങൾക്ക് കറി കൂടുതൽ കുറച്ച് മതി, കുറച്ച് വെള്ളം. രണ്ടുപേരാണെങ്കിൽ കുറച്ച്, നമ്മളാണെങ്കിൽ ഇതിനും കുറച്ചല്ലോ വെക്കുക, ഇവരായതുകൊണ്ട് കുറച്ചുകൂടെ എക്സ്ട്രാ ചേർത്ത്. നിങ്ങൾ കുറച്ച് രണ്ടുപേരുള്ള അല്ലേ, കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ എന്താ വെച്ചാല് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഫിഷ് എടുത്തിട്ട് അത്രേ ഉള്ളൂ. എത്ര മിനിറ്റ് വേവിക്കണം? അതൊരു 10-15 മിനിറ്റ്. ഇവരാണ് നമ്മുടെ ഗസ്റ്റ്. എന്നിട്ട് തരാം, വെന്തിട്ട് തരാം. അടപ്പത്തായിട്ടേ ഉള്ളൂ. थोड़ी दिन वेट करो यार, दिएगा. म्याऊ ഒരു ഭയങ്കര ദേഷ്യത്തിലാണ്. ഇപ്പൊ നമ്മുടെ കറിയെല്ലാം നമ്മളിവിടെ മൂടി വെച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കുറച്ച് ബിസി ആയി പോയി. അപ്പൊ അമ്മ ഇവൻ മീൻ കറി ഇട്ടിട്ട് ഓടി കോളിന്റെ പിന്നാലെ. അപ്പൊ അമ്മയാണ് മീൻ കറി മീൻ ഇട്ടത്. മീൻ കാണാനില്ലല്ലോ, മീൻ ഇടുന്നത് കണ്ടില്ല. മീൻ അമ്മ അറിയാതെ ഇട്ടു. സോ ഇത് തിളച്ച് വരട്ടെ, നമുക്ക് മൂടി വെക്കാം. ഇനി കഴിക്കുന്ന കഴിയുന്നത് കാണിച്ചാ പോരെ? ഇനി കഴിക്കുന്ന വീഡിയോ കേട്ടോ കാണിക്കുക.